ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുകയാണോ അതോ ഭയത്തിൻ്റെ പിടിയിൽപ്പെട്ട് ഒതുങ്ങി ജീവിക്കുകയാണോ? ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ആളുകൾ എന്നെ നോക്കി ചിരിക്കുമോ അതോ അവർ എന്നെ അപമാനിക്കുമോ എന്നിവയെല്ലാം നമ്മൾ ചിന്തിച്ചു കൂട്ടും. നമ്മളുടെ ഉള്ളിലുള്ള, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു ശത്രു നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് ആ ശത്രുവിനെ ഇത്രയ്ക്ക് പ്രബലമാക്കാൻ കാരണം. ആ ശത്രുവിനെ മറികടന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആന്തരിക ശക്തിയെ കുറിച്ച് അറിയുകയുള്ളൂ. ചെറിയ വാക്കാണ്, എന്നാൽ വലിയ ശത്രുവുമാണ്. അതാണ് ഭയം. അനന്തമായ ആഘാതമാണ് അത്. നമ്മുടെ പ്രതീക്ഷകൾ, ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ഇത് തകർക്കുന്നു. ഭയം നിങ്ങളെ തടഞ്ഞിട്ടുണ്ട്. എത്ര തവണ നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പലതവണ പല അവസരങ്ങളിലും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് അത്. വീഴ്ചയുടെ ഭയമായിരുന്നു ഉയർന്നു പറക്കാൻ കഴിയാത്തതിന് കാരണം. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതീക്ഷകളുടെ ചിറക് മുറിച്ചതാണ് അതിന് കാരണം. ഭയം നമ്മളെ ദുർബലരാക്കുന്നു. ഇത് മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ചിന്ത നമ്മുടെ വർത്തമാനകാല ജീവിതത്തെ ഇരുട്ടിലാക്കുന്നു. പലരും ഇതിൻ്റെ 90% വർത്തമാന കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. അത് മനസ്സിൻ്റെ വികൃതികളാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഭയം നിങ്ങളെ മനസ്സിൽ എത്രമാത്രം തളച്ചിടുന്ന ഒന്നാണെന്ന്. അത് അദൃശ്യമായ മതിൽ പോലെയാണ്. അപകട സാധ്യതകൾ ഏറെയുള്ള, എന്നാൽ ഉയർന്ന ശമ്പളവും ശരീരത്തിൽ വിലയുമുള്ളതുമായ ജോലികൾ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അതിൽ നിന്ന് ഭയം നമ്മളെ പിന്തിരിപ്പിക്കുന്നു. ഭയം ബന്ധങ്ങളെ ബാധിക്കുന്നു. മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ധൈര്യം പോലും ഇല്ലാതാക്കുന്നു. സ്വപ്നങ്ങളും വികാരങ്ങളും പങ്കുവയ്ക്കാനും കഴിയാതാകുന്നു. മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഉറക്കം ഇല്ലാതാക്കുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ഭയത്തെ ചേർത്തു തോൽപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. ഭയത്തെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചോദിക്കുക, ഭയം മാറ്റാൻ എന്ത് ചെയ്യണം? അതിനായി ഭയത്തെ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഭയം എന്നത് വെറും തോന്നൽ മാത്രമാണ്. അതിനെ പേടിക്കേണ്ട കാര്യമെന്താണ്? ഭയത്തെ എത്രത്തോളം നിങ്ങൾ ഭയക്കുന്നുവോ അത്രത്തോളം അവ നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കുക. നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുമുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നുമാണ് ഭയം ഉണ്ടാകുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നടപടികൾ എടുക്കുക. ഭയത്തെ മറികടക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് അത്. ഭയങ്ങൾക്കിടയിൽ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ശരിയായ കാര്യം. അതായത്, ഒരു കാര്യം തീരുമാനിച്ചാൽ ധൈര്യമായി മുന്നോട്ട് പോവുക എന്നാണ് അർത്ഥം. അതിനായി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ചെറുതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ, അതായത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമായ ഘടകങ്ങളാക്കി മാറ്റണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് മൈൻഡ്ഫുൾനെസ് പഠിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരിശീലിക്കുക എന്നുള്ളതാണ്. ധ്യാനം, ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ തുടങ്ങിയ മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഉത്കണ്ഠയും ഭയവും മാറ്റാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. പിന്തുണ തേടുക. പിന്തുണയ്ക്കും മാർഗനിർദ്ദേശത്തിനുമായി നിങ്ങളുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൗൺസിലേഴ്സിൻ്റെയോ നിങ്ങൾ സമീപിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. ഭയത്തെ മാറ്റുവാൻ, അതായത് ഭയത്തെ നിങ്ങളുടെ വളർച്ചയ്ക്കും പഠനത്തിനുമുള്ള ഒരു അവസരമായിട്ട് സ്വീകരിക്കുക. വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ, പുതിയ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ഭയത്തെ നമ്മൾ ഒരു അവസരമായിട്ട് സ്വീകരിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭയത്തെ മറികടന്ന് ജീവിച്ച് വലിയ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.